പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെയുള്ളത് കിംസ് കൊച്ചിൻ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഉഷ MJ ആണ്. മാഡം നമുക്ക് വേണ്ടി പങ്കുവെക്കുന്ന വിഷയം PCOD ആണ്. എന്താണ് PCOD? അത് നമുക്ക് മാമിനോട് ചോദിക്കാം. മാം, ഈ പ്രോഗ്രാമിലേക്ക് മാമിനെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം മാം. താങ്ക് യു മാം. പൊതുവേ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്ന ഒരു വിഷയമാണല്ലോ PCOD. എന്താണ് മാം ഈ PCOD? അതുകൊണ്ടാണ് PCOS എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ടോ? മാമിന് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? PCOD എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. PCOS എന്ന് പറയുമ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. അപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സ്കാനിലാണ് ആക്ച്വലി ഡയഗ്നോസിസ്. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഓവറിയിൽ നിറയെ സിസ്റ്റ്, അനേകം സിസ്റ്റുകൾ കാണും, ചെറിയ ചെറിയ സിസ്റ്റുകൾ. അതിനെയാണ് പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത് മാസക്കുളിയുടെ വ്യത്യാസമായിട്ടാണ്. എന്തെങ്കിലും മാസക്കുളി നേരത്തെ വരിക, അല്ലെങ്കിൽ നീണ്ടു പോവുക, ഇടയ്ക്കിടയ്ക്ക് വരിക, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് വരിക, ഇങ്ങനെയൊക്കെ പല കാരണങ്ങളുമായിട്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരാം, അല്ലെങ്കിൽ സ്ത്രീകൾ നമ്മുടെ അടുത്ത് വരാം പ്രായം. ഇതിനാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. മാസക്കുളിയുടെ തകരാറ് മാത്രമല്ലാതെ അവർക്ക് കുറച്ച് വണ്ണം ഉണ്ടാവുക, അവർക്ക് കുറച്ച് ഹെയറൊക്കെ വരിക, അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. അപ്പോൾ അതാണ് ഡിഫറൻസ്. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോൾ ഒരു സ്പെക്ട്രമാണ്. വെറുതെ പോളിസിസ്റ്റിക് ഓവറി മാത്രം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് ആവും, അപ്പം മാസപ്പുറം തെറ്റിപ്പോവും. അത് കഴിഞ്ഞാൽ സിൻഡ്രോം ആവും. ഇപ്പം ആളെ കണ്ടാൽ തന്നെ അറിയാം, നല്ല വണ്ണം, നല്ല ഹെയറി, സാധാരണ ഹെയർ പാറ്റേൺ അല്ല, മെയിൽ ഹെയർ പാറ്റേൺ. അതിൻ്റെ കൂടെ പീരീഡ്സും തെറ്റിപ്പോവുക, പീരീഡ്സ് ചിലപ്പോൾ വരില്ല, ഗുളിക കഴിച്ചാലേ വരുള്ളൂ എന്ന്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മൾ പറയുന്നത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം. ഓക്കെ, ശരി മാം. മാം വളരെ അർത്ഥവത്തായിട്ടാണ് കാര്യങ്ങൾ അത് തുടങ്ങിയത് തന്നെ. മാം, ഞാൻ വേറൊരു സംശയം ചോദിച്ചോട്ടെ. മാം ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ സിസ്റ്റ് ഉണ്ടാകും, അപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ശരിക്കുമുള്ള ഓവറിയും ഈ സിസ്റ്റുള്ള ഓവറിയും തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടാവുക? അതെ, അതും വളരെ കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം സാധാരണ ഓവറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കാനിൽ കാണുന്നത് ആ ഓവറി ഒരു റൗണ്ട് ബോഡിയാണ്, ഒരു ഓവൽ ബോഡിയാണ്. അതിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ സിസ്റ്റ് കാണും, അവിടെ ഇവിടെയൊക്കെ സ്പ്രെഡായിട്ടാണ് സിസ്റ്റ് കാണുക. എപ്പോൾ നോക്കിയാലും ഓവറിൽ എന്തെങ്കിലും ഒരു സിസ്റ്റ് ഉണ്ടാവും, ഒരു ഫോളിക്കുള്ളോ അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു സിസ്റ്റിക് ചേഞ്ച് ഉണ്ടാവും. ഇതങ്ങനെയല്ല, എപ്പോൾ നോക്കിയാലും നമ്മൾ പെരിഫറിയിൽ മാത്രമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റം, നിറയെ സിസ്റ്റം ഉണ്ടാവും. അത് പ്രത്യേകിച്ച് പാറ്റേണിലാണ് അറേഞ്ച് ചെയ്യുക. നെക്ലെസ് എന്നൊക്കെ പറയും, നെക്ലെസ് പാറ്റേൺ എന്നൊക്കെ പറയും. അതായത് ഈ ഫോളിക്കിൾസ് ഓവറിയുടെ പെരിഫറിൽ മാത്രം അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനാണ് പറയുക പോളിസിസ്റ്റിക് ഓവറി. സാധാരണ ഓവറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫോളിക്കിൾസ് കാണും. ഓക്കെ മാം, നമ്മൾ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മാം സൂചിപ്പിച്ചല്ലോ, കുട്ടികൾ വരാം, അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകൾ വരാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു പ്രായവിഭാഗത്തിന് മാത്രമല്ലേ മാം ഇത് വരുന്നേ? ആർക്ക് വേണമെങ്കിലും വരാം, അങ്ങനെയാണോ? അതെ, ഈ ഏജ് ഗ്രൂപ്പ് ചോദിച്ചാൽ ആക്ച്വലി ചെറിയ കുട്ടികളിൽ മാസമുറയായ കുട്ടികളിൽ വരാം, അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, വിവാഹം കഴിഞ്ഞ സ്ത്രീകളിലായിട്ട് വരാം, അല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി മാസമുറ അവസാനിക്കാറായി ആ സമയത്തും വരാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സാധാരണ ചോദിച്ചു കഴിഞ്ഞാൽ, കോമണസ്റ്റ് ചോദിച്ചാൽ ടീനേജിന്റെ പ്രോബ്ലമാണ് ഇത്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ടീനേജ് ആക്ച്വലി, മെജോറിറ്റി ഓഫ് ദ ചിൽഡ്രൻ. മാം, ഇങ്ങനെ ഒരു അസുഖം നമുക്ക് കണ്ടു തുടങ്ങിയാൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട സിംറ്റംസ്? ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും മാം? ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വാസ്തവത്തിൽ വരുന്നത് മാസമുറയുടെ വ്യത്യാസങ്ങളായത്. മാസമുറ വരുന്നുണ്ട് ഭയങ്കര ബ്ലീഡിങ് വന്ന് കുട്ടി അനീമിക് ആവുക, അല്ലെങ്കിൽ സ്ത്രീകൾ അനീമിക് ആവുക, അങ്ങനെ വരും. അല്ലെങ്കിൽ മാസമുറ തെറ്റി വരും. അതായത് മാസത്തിലെ 30 ദിവസം, 28, 30 അല്ലെങ്കിൽ 35 ദിവസം വരേണ്ട മാസമുറ 40 ദിവസം, 50 ദിവസം, അല്ലെങ്കിൽ 2 മാസം തെറ്റി വരിക, ഇങ്ങനെയൊക്കെ വരുന്നതാണ് പോളി. അപ്പോൾ നമ്മൾ ആ മാസമുറയുടെ പ്രശ്നമായിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ അടുത്ത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വരിക. അല്ലെങ്കിൽ സ്കിൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഹെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കിൻ ഡോക്ടറെ അടുത്ത് പോകും. അപ്പോൾ അവർ പറയും ഇതൊരു പോളിസിസ്റ്റിക് ഓവറിയുടെ പ്രശ്നമാണോ എന്നറിയാൻ ഡോക്ടറെ അടുത്ത് പോകും. അല്ലെങ്കിൽ വേറെ വയറുവേദന എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോൾ സ്കാൻ അല്ലേ, നമ്മൾ എല്ലാത്തിനും സ്കാൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ പറയും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടോ, ഒന്ന് കണ്ടോളൂ കേട്ടോ, ഗൈനക്കോളജിനെ കണ്ടോളൂ, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ വണ്ണമായിട്ട് ഇപ്പൊ ഫിസിഷ്യന്റെ അടുത്ത് പോയിട്ട് ഭയങ്കര വണ്ണമുള്ള കുട്ടി, അപ്പൊ ഒന്ന് കാണിച്ചോളൂ കേട്ടോ, പോളിസിസ്റ്റിക് ഓവറി വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാ.
അങ്ങനെ പല ഗ്രൂപ്പായിട്ട് പല ആൾക്കാരും നമുക്ക് റെഫർ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഗൈനക് പ്രോബ്ലം ആയിട്ടും പേഷ്യൻ്റ്. അതെ അല്ലേ മാം. മാസമുറയുടെ നീളം കൂടുന്ന പോലെ തന്നെ നീളം കുറയുമോ ഈ PCOD? സാധാരണ കൂടുകയാണ്. അതെ അല്ലേ. അപ്പം ഒരു മാസത്തിൽ കൂടുതൽ തവണ വരുമ്പോൾ പോളിസിസ്റ്റിക് ആവാൻ സാധ്യതയില്ല. ഓക്കെ. അപ്പൊ അത് കണ്ടാല് PCOD അത് പേടിക്കേണ്ട കാര്യമില്ല. അപ്പം ചിലർക്ക് മീശ വരുന്നു, ചിലർക്ക് വണ്ണം കൂടുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും മാസമുറ നീണ്ടു പോവുക ചെയ്യാം, മിക്കവാറും നേരത്തെ വരാറില്ല. ഓക്കെ മാം. ഇങ്ങനെ ഒരു സിംറ്റവുമായിട്ട് വന്നാല് മാം ആദ്യം എന്തായിരിക്കും ഈ കുട്ടികളോട് ചെയ്യാൻ? പ്രത്യേകിച്ച് ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയായിരിക്കും? അൾട്രാസൗണ്ട് ആണ് മെയിൻ ടെസ്റ്റ്. പിന്നെ കുറച്ച് ഹോർമോൺ സ്റ്റഡീസ് ചെയ്യും. ഹോർമോൺ സ്റ്റഡീസ് നിർബന്ധമല്ല, നമുക്ക് അൾട്രാസൗണ്ട് ചെയ്ത് പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞ് ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇത് പോളിസിസ്റ്റിക് ഓവറിലേക്ക് ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ നമുക്കപ്പോൾ നേരെ ചികിത്സയിലേക്ക് വളരെയധികം മെയിൽ ഹോർമോൺ, വളരെയധികം മെയിൽ ഹോർമോണൽ പാറ്റേണുള്ള ഹെയർ, അതായത് അപ്പർ ലിപ്പ് ഹെയർ, ചിൻ ഹെയർ, സൈഡ് ബേൺസ്, ചെസ്റ്റ് ഹെയർ, അല്ലെങ്കിൽ അമ്പലിക്കസിന് താഴെ. നമുക്ക് അമ്പലിക്കസ് താഴെ മിഡ് ലൈനിൽ നമുക്കല്ല, അത് മെയിൽ ഹെയർ ആണ്. അല്ലെങ്കിൽ കുട്ടിയെ പിടിക്കുമ്പോൾ തന്നെ ഭയങ്കര കരുത്തുള്ള ഹെയർ, കോഴ്സ് ഹെയർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മെയിൽ ഹോർമോൺ കൂടുതലുള്ള വല്ല കാരണം വേറെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി കുറച്ച് ടെസ്റ്റോസ്റ്ററോണും DHEA എന്നൊക്കെ പറഞ്ഞ അഡ്രിനലിനാണോ, എവിടുന്ന് ഏത് ഗ്രന്ഥിയിൽ നിന്നാണ് ഈ കുട്ടി ഓറിൻ തന്നെയാണോ ഈ മെയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോക്കാൻ ചില ടെസ്റ്റ് റെയറായിട്ട് ചെയ്യും, സാധാരണ ഞാൻ ചെയ്യാറില്ല. ഓക്കെ മാം. അപ്പോൾ നമ്മൾ ഇത് തന്നെയാണെന്ന് ഇപ്പം മാം സ്കാനിൽ നിന്ന് മാം അൾട്രാസൗണ്ടിൽ നിന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മാം അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും പോവുക മാം? ട്രീറ്റ്മെന്റ് ഡിപ്പെൻസ് ഓൺ ആ ഏജ്. ഇപ്പോൾ ചെറിയ ഏജ് ആണ്, ഇപ്പോൾ ടീനേജ് ഗേൾസ് ആണ് സാധാരണ വരിക. അപ്പോൾ അവരുടെ ആവശ്യം എന്താ? അവർക്ക് വിവാഹം ഒന്നും ആയിട്ടില്ല, അവരുടെ ആവശ്യം ഈ മാസമുറ ഒന്ന് കൃത്യമായി കിട്ടും. തോന്നിയ മാതിരി മാസമുറ വരിക, ഭയങ്കരമായിട്ട് വരിക, ക്ഷീണമാവുക. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് മാസമുറ വരിക, ഡിസിപ്ലിൻഡ് മെൻസ്ട്രേഷൻ, അത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു 1.5 മാസം വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ജനുവരി 1 വന്നു കഴിഞ്ഞാൽ ഫെബ്രുവരി 1 വന്നില്ല, ഫെബ്രുവരി 15 വന്നില്ല, അപ്പോൾ നമ്മളൊരു ഹോർമോൺ 3-4 ദിവസത്തേക്ക് കുറച്ച് ഹോർമോൺ കൊടുക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാസമുറ വരും. അപ്പോൾ അവർക്ക് തന്നെ ഒരു ധൈര്യമായി മാസമുറ വന്നു, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതിന്റെ പ്രശ്നം വരുള്ളൂ, അല്ലെങ്കിൽ വല്ല ഇവന്റിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് വരില്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആൻഡ് ലിമിറ്റഡ് ബ്ലീഡിംഗ് ആയിരിക്കും ഗുളിക കഴിച്ച് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മാസമുറ വരുത്തുക എന്നുള്ളതാണ് ഈ ചെറുപ്പ കുട്ടികളാണെങ്കിൽ. വിവാഹം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മൾ പറയും ബെറ്റർ ടു ഗോ ഫോർ പ്രഗ്നൻസി. അവർ പ്രഗ്നൻസി ആയിട്ട് ആയ കാര്യത്തിനല്ലായിരിക്കും വരുന്നത്. അവർ ഇത് ഒരു പ്രശ്നമുണ്ടല്ലോ, ഇനി പോളിസിസ്റ്റിക് ഓവറിയാണ് സംശയം പറഞ്ഞു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പറയും എത്രയും വേഗം ഗർഭിണിയാവാൻ നോക്കുക. കാരണം പോളിസിസ്റ്റിക് ഓവറിക്ക് ഓവുലേഷൻ നടക്കുന്നില്ല, ഗർഭമാവാൻ ബുദ്ധിമുട്ടായിരിക്കും. കാലം പോകും തോറും ഇത് കൂടുതലായി വരും. അപ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബി അങ്ങനെ വലിയ ചികിത്സകളിലേക്കൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്രായക്കാരോടും നമ്മൾ പറയും ഗർഭമാവാൻ. ഇനി പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് പോളിസിസ്റ്റിക് ഓവറി ആണെങ്കിൽ അവർക്ക് നമ്മൾ മാസമുറ കറക്റ്റ് ആക്കാനുള്ള ഗുളിക മാത്രം കൊടുക്കും. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ മാം, നമുക്ക് ഈ PCOD വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രധാന കോംപ്ലിക്കേഷൻ മാസമുറ തെറ്റുക, കല്യാണം കഴിച്ച സ്ത്രീകളാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള അതൊക്കെയല്ലേ? വേറെ എന്തെങ്കിലും ഇതിനോട് പിന്നെ പ്രധാനമായിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജനിതകമായിട്ട് പോളിസിസ്റ്റിക് ഓവറി നമ്മുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ഇതൊരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പോവാം. അതായത് ഡയബറ്റീസ് വരാം, പ്രഷർ വരാം, കൊളസ്ട്രോൾ വരാം, ഈവൻ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ വരെ വരാം. നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ കൃത്യമായിട്ട് മാസമുറ വരുത്തുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുക. ഇത് എന്താണ് മെറ്റബോളിക്, അതായത് അവരുടെ ഹിസ്റ്ററി ചോദിച്ചാൽ അറിയാം. വീട്ടിലൊക്കെ ഡയബറ്റീസ് ഉണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഒക്കെ വീട്ടിലുണ്ട്, ഈ കുട്ടി നല്ല വണ്ണമുണ്ട്. നമ്മൾ കഴുത്തിന്റെ പുറകിലൊക്കെ നോക്കിയാൽ അറിയാം മാർക്കറുണ്ട്, അതായത് ഡയബറ്റീസ് വരാനുള്ള ഒരു മാർക്കർ എന്ന് പറയും ഇൻസുലിൻ റെസിസ്റ്റൻസ്. കുറച്ച് വെൽവെറ്റി ആയിട്ട് ചുരുണ്ടുകൂടിയിരിക്കുന്ന സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്കൊരു ഡയബറ്റിക് ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരോട് നമ്മൾ പറയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ അവരോട് പറയും. അപ്പൊ നമുക്ക് ഇതിനൊരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ അതെ ഇറ്റ് ഇസ് ഹൈലി പ്രിവെന്റബിൾ. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറ്റ് ബർത്ത് തൊട്ട് ശരിക്കും പ്രിവെന്റ് ചെയ്യാൻ ബർത്ത് വെയിറ്റ് തന്നെ ഒരു ആവറേജ്. ഇപ്പൊ നമ്മുടെ ബർത്ത് വെയിറ്റ് എടുത്താൽ അറിയാം 2.5 തൊട്ട് 3.5 വരെ കിലോ ആണ് നമ്മുടെ സാധാരണ കേരളത്തിലെ വെയിറ്റ്. അപ്പൊ അത് കൂടെ ആവശ്യമില്ലാതെ ഇപ്പൊ ഒരുപാട് പേര് കഴിച്ച് 2 പേർക്ക് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കഴിച്ച് വണ്ണം കൂട്ടുന്നവരുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റിക് ടെൻഡൻസി അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ വരാം. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കി അത് കൺട്രോൾ ചെയ്യും. പിന്നെ ഒരുപാട് ആഹാരം ആവശ്യമില്ലാത്ത ആഹാരം ഉണ്ടല്ലോ, ഒരുപാട് മധുരം അങ്ങനെ കഴിച്ച് ഒരുപാട് വണ്ണം
കൂട്ടാതെ ശ്രമിച്ച് നമ്മളൊരു കുട്ടി ആവറേജ് വെയിറ്റിൽ വന്നു. പിന്നെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ്, അപ്പൊ ഡെലിവറി ചെയ്യുമ്പോൾ ഒരു ആവറേജ് വെയിറ്റുള്ള കുട്ടി, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ്, പീഡിയാട്രീഷ്യൻ ഓൾസോ വിൽ ലുക്ക് ആഫ്റ്റർ. അവരും പറയും കുട്ടികളെ ആവശ്യമില്ല മധുരം കൊടുത്ത് ചോക്ലേറ്റ് കൊടുത്ത് വണ്ണം വെപ്പിക്കരുത്. അങ്ങനെ വണ്ണം വെപ്പിച്ച ആ കുട്ടി നേരത്തെ മാസം മുറയാവും. 10 വയസ്സിൽ 11 വയസ്സിലൊക്കെ ഈ കുട്ടി മാസം മുറയാവും. ഇപ്പൊ ഒപ്പിൽ ഒരു വന്ന കുട്ടി ഇനി ഒരു ഗൾഫിൽ നിന്നുള്ള കുട്ടിയാണ്, 10 വയസ്സിൽ മാസം മുറ. ഇപ്പൊ 11 വയസ്സായ കുട്ടിക്കാണെങ്കിൽ നിൽക്കാൻ ഭയങ്കര ബ്ലീഡിങ്, 7 ദിവസം 8 ദിവസം കുട്ടി ഷീ സഫറിങ്. അപ്പൊ പോളിസിസ്റ്റിക് ഓവറി ആയിരിക്കാം കാരണം, നമ്മൾ നോക്കിയില്ല, ഞാൻ പറയായിരുന്നു. അപ്പൊ അങ്ങനെ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ അഡോളസന്റ് ആകുമ്പോഴേക്കും നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ പറയും യു ഹാവ് ടു ഹാവ് എ ഫിക്സഡ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ആണ്. കൃത്യസമയത്തിന് ഉറങ്ങുക, കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക, കൃത്യസമയത്തിന് എക്സസൈസ്, ആഹാരം നല്ല ആഹാരങ്ങൾ കഴിക്കുക, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക, സ്വീറ്റ് അവോയ്ഡ് ചെയ്യുക, ചോക്ലേറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ അവരോട് കുറേയൊക്കെ അഡ്വൈസ് കൊടുക്കില്ല. ബിക്കോസ് അതിനൊരു ലോങ് ടേം പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നീക്കി വെക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ച് കൊണ്ട് നടന്നാൽ ഇതെല്ലാം ഇപ്പോൾ ഡയബറ്റീസ് 30 വയസ്സിൽ വരണം 35 വയസ്സിലേക്ക് ആക്കാം. ഡെലിവറി ഓവുലേഷന്റെ പ്രശ്നമൊക്കെ വരുന്നത് വണ്ണം കുറഞ്ഞാൽ തന്നെ ഓവുലേഷൻ ശരിയാവും, പ്രഗ്നൻസി ആവും. അപ്പൊ അതുകൊണ്ട് അവരോട് നമ്മളിതൊരു ലൈഫ് സ്റ്റൈൽ പ്രിവെന്റബിൾ ഡിസീസ് ആണ് ടു സം എക്സ്റ്റെന്റ്. അപ്പൊ അതുകൊണ്ട് അവരോട് നേരത്തെ നമ്മൾ കുറെയൊക്കെ അഡ്വൈസ് പറഞ്ഞു. പിന്നെ എല്ലാ ലെവലിലുള്ള ആൾക്കാരും കുറെയൊക്കെ സഹായിച്ചു. എല്ലാ ഡോക്ടേഴ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റും ആക്ച്വലി ഇൻവോൾവ് ആണ്. മിക്ക ഡിപ്പാർട്ട്മെന്റും ഇതിൽ ഇൻവോൾവ് ആണ്. മാം പറയുന്ന കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഡയറ്റീഷ്യൻസിന്റെ അടുത്ത് ഒരുപാട് പേര് നമ്മളെ ഡയറ്റീഷ്യന്റെ അടുത്ത് വിടും ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളെ. കുറെയൊക്കെ നമ്മൾ പറഞ്ഞാല് അവർ കേൾക്കും. വെയിറ്റ് കൂടുതൽ. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞു, അവരമ്മ പറയണം ഡോക്ടർ പറഞ്ഞ പിന്നെ 1 മാസം കൊണ്ട് ഐസ്ക്രീം നിർത്തി, സ്വീറ്റ്സ് ചോക്ലേറ്റ് നിർത്തി, ചോറ് കുറച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പൊ അങ്ങനെ അതല്ലാതെ കുട്ടികളുണ്ട്, ചിലർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അവര്. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മൾ ഡെഫിനറ്റ്ലി ആസ്ക് ദം ടു മീറ്റ് എ ഡയറ്റീഷ്യൻ. മാം അപ്പം മാം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അത്ര ഭയപ്പെടേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ ടൈംലി ഡിറ്റക്ഷൻ ആയി കഴിഞ്ഞാൽ വീക്കാൻ ഇത് നമ്മളിപ്പോ ശരിക്കും പറയാ, നമ്മളൊരു ക്രൗഡഡ് റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ, ഇവിടെ ഒരു വണ്ടി പാർക്ക്ഡാണ്, അവിടെ ഒരു വരുന്നുണ്ട്, ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, ഇങ്ങനെ നോക്കി സൂക്ഷിച്ചു പോയി ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ജീവിച്ചു പോകാം. അങ്ങനെ നമ്മൾ പറയാം, അല്ലാതെ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഈ മാസമുറമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ പലർക്കും അത് പുറത്തു പറയാനും അതിനെപ്പറ്റി അന്വേഷിച്ചു പോകാനും സഹായം തേടാനും ഒക്കെ ഒരു മടി ഉണ്ടാവും. അപ്പൊ പൊതുവേ അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കണം. ഏത് വയസ്സായാലും മാസമുറ, അതായത് നമ്മൾ പറയണത് ഇപ്പൊ എനിക്ക് നോർമൽ ബ്ലഡ് ഷുഗർ ആണ്, നോർമൽ BP ആണെന്ന് പറയുന്ന പോലെയാണ് എന്റെ മാസമുറ നോർമലാണ്. എനിക്ക് മാസമുറയുണ്ട്. മാസം അല്ലെങ്കിൽ ഒരു 1.5 മാസത്തിനുള്ളിലെങ്കിൽ എനിക്ക് ശരിക്കും മാസമുറ വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ യൂട്രസും ഓവറിയും തമ്മിലുള്ള ഹെൽത്ത്, ജെന്റൽ ഓർഗൻസിന്റെ ഹെൽത്ത് നോർമലാണ്, നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഉണ്ടാവാൻ വഴിയില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതിന്റെ ഒരു വേറൊരു വെർഷനാണ് അത്. അപ്പോ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ ബോഡിയുടെ ഹെൽത്താണ് ഏറ്റവും കൂടുതൽ. അത് ആഹാരമാണ് ഹെൽത്തിനെ ഡിസൈഡ് ചെയ്യുന്നത്. ആഹാരമാണ് ഏറ്റവും നല്ല മെഡിസിൻ. നല്ല ആഹാരം കഴിച്ച് ബോഡി വർക്കൗട്ട് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് ബോഡി ട്രിം ആയിട്ട് കീപ്പ് ചെയ്താല് ഓവറും യൂട്രസും ഒക്കെ നേരെ പ്രവർത്തിക്കും. അപ്പൊ ആഹാര രീതികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഡെഫിനറ്റ് ആയിട്ട് പോളിസിസ്റ്റിക് ഓവറിയും ആഹാരമായിട്ട് വളരെ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് വരുന്ന ഫുഡ്സ്, പ്രിസർവേറ്റീവ്സ് ഉള്ളത്, അതൊക്കെ. പിന്നെ ഇതല്ലാണ്ട് ആക്ടിവിറ്റി ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരിൽ ഇത് വരാറുണ്ടോ മാം? അതായത് അതെ, ലീൻ PCO എന്ന് പറയും. അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസം. അവർ മെൻസ്ട്രൽ ഇറഗുലാരിറ്റി വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അത് ഈ